റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആര് വരും? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഖുർആനിന്റെ ആയത്ത് എവിടം വരെയാണോ ഇപ്പോൾ ഇറക്കി കൊടുത്തിട്ടുള്ളത്, നിലവിൽ 23 വർഷം കൊണ്ടാണല്ലോ ഖുർആൻ പൂർണ്ണമായി ഇറക്കി നൽകിയത്. ഇപ്പോൾ ഇവിടം വരെ ഏതൊക്കെ സൂറത്ത് വന്നിട്ടുണ്ട് ഈ വർഷം, അവിടം വരെ ഉള്ള ഭാഗങ്ങൾ പൂർണ്ണമായി തങ്ങൾക്ക് ഓതി കൊടുക്കും. ദൗറ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ കൂടെ ഓതും. അവസാന വർഷം തങ്ങൾ വഫാത്താകുന്നതിന് തൊട്ടുമുമ്പത്തെ വർഷം പൂർണ്ണമായി ഖുർആൻ അവതരിപ്പിച്ചു. 2 പ്രാവശ്യം തങ്ങൾ ഓതി കൊടുത്തു. ഒന്നല്ല 2 പ്രാവശ്യം തങ്ങൾക്ക് ആവർത്തിച്ച് ഓതി കൊടുത്തു. ആര്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. റമളാനിൽ നബി തങ്ങളുടെ പണി എന്താ? ഖുർആൻ ഓതല് തന്നെ. ഇറക്കപ്പെട്ട അത്ര ആയത്തുകൾ എത്ര ഉണ്ട് അതത്രയും തന്നെ ആവർത്തിക്കൽ തന്നെ, വേറൊരു പരിപാടിയില്ല. ഖുർആൻ തന്നെ. എല്ലാ ഇമാമിങ്ങളും എല്ലാ മഹത്തുക്കളും സ്വഹാബത്തും അവരൊക്കെ റമളാനിൽ ചെയ്തിരുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ഖുർആനോദലാണ്. ആദ്യം മുൻഗണന കൊടുക്കേണ്ടത് അതിനാണ്. ശ്രദ്ധിക്കണം, ഖുർആൻ ഓതുന്നതിന് മുൻഗണന. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമളാനിൽ ചെയ്യേണ്ട പണിയാണ് ഈ പറഞ്ഞത്. തങ്ങൾ ചെയ്തിരുന്നത് അതാണ്. മഹാനായ ഹിശാം ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് സ്വഹാബിയായ ഹിശാം ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, കൈഫ കാന ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഏത് നിലക്കായിരുന്നു ഉമ്മ? ഒന്ന് പറഞ്ഞു തരുമോ പ്രിയപ്പെട്ട ഉമ്മ? മുഅ്മിനീങ്ങളുടെ മാതാവായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഉടനെ ചോദിക്കുകയാണ്, അലസ്ത തഖറഉൽ ഖുർആൻ, അല്ലയോ ഹിശാം ഇബ്നു ആമിർ, നീ ഖുർആൻ ഓതാൻ അറിയുന്നവനല്ലേ? ഫഖുൽതു, ഉടനെ ബഹുമാനപ്പെട്ടവർ മറുപടി കൊടുക്കുകയാണ്, നഅം ബലാ, എനിക്ക് ഖുർആൻ ഓതാൻ അറിയാം. എന്നാൽ അറിയണേ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, അവിടുത്തെ സ്വഭാവം വിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ പറഞ്ഞതുപോലെയുള്ള ജീവിതമാണ്. ഖുർആൻ പറഞ്ഞതനുസരിച്ചുള്ള ചിട്ടയായ ജീവിതമാണ്. ഖുർആൻ പാരായണമാണ്. ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യുന്നത് തന്നെ. കാരണം എന്തുകൊണ്ട്? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധമായ റമളാൻ കടന്നു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫർളും സുന്നത്തുമാകുന്ന നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രവാചകൻ ശ്രദ്ധിച്ചിരുന്നത് ഖുർആൻ പാരായണമാണ്. ഖുർആൻ പാരായണമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോലും ലോകത്തോട് വ്യക്തമായി പഠിപ്പിച്ച ആശയമാണ്. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ടതാകുന്ന രാത്രി അത് പുണ്യമായ റമളാനിലല്ലേ? അവസാനത്തെ 10 ലൈലത്തുൽ ഖദറിലല്ലേ? അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി ഖുർആൻ നിലത്ത് വെക്കാതെ കറാത്ത് മറാത്ത് ആവർത്തിച്ചോതുകയാണ്. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മഹാനായ സഹാബിയായ ഖതാദ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത ശൈലി ഒപ്പിയെടുക്കുകയാണ്. എല്ലാ ദിവസവും റമളാനിലെ അവസാനത്തെ 10 കടന്നു വന്നാൽ എല്ലാ ദിവസവും ഒരു ഖത്മ പാരായണം ചെയ്യുകയാണ്. ആദ്യം ബഹുമാനപ്പെട്ടവർ ആഴ്ചയിൽ ഒരു ഖത്മ തീർക്കും. റമളാൻ അല്ലാത്തപ്പോൾ തന്നെ എല്ലാ ആഴ്ചകളും ഒരാഴ്ച ഒരു ഖത്മ 30 ജുസ് ഓതി തീർക്കും ഒരാഴ്ച കൊണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമളാൻ അല്ലാത്തപ്പോൾ തന്നെ. റമളാൻ കടന്നു വന്നാൽ ബഹുമാനപ്പെട്ടവർ നിസ്കരിച്ചുകൊണ്ട് തന്നെ 3 ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരു ഖത്മ തീർക്കും. നിസ്കാരത്തിൽ 3 ദിവസം കൊണ്ട് തന്നെ ഒരു ഖത്മ തീർക്കും. 3 ദിവസം കൊണ്ട് ഒരു ഖത്മ. ഈ അടുത്ത് റഷ്യയിലെ ഏതൊരു രാജ്യത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സിറിയയിലെ ഏതൊരു രാജ്യത്ത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, ഒരു വലിയൊരു ആലിം, അദ്ദേഹം മരണപ്പെട്ടു പോയി. റമളാനിൽ ഖത്മ തീർക്കും. സൗദിയിൽ തന്നെയാന്ന് തോന്നുന്നുണ്ട്, ഏതൊരു സ്ഥലം, ന്യൂസിലൊക്കെ വന്നതാണ്. അദ്ദേഹം റമളാനിൽ ഖത്മ തീർക്കും. എങ്ങനെ? 3 ദിവസം കൊണ്ട് ഒരു ഖത്മ. തറാവീഹ് നിസ്കരിക്കുമ്പോൾ സുബൈ ആവും തറാവീഹ് തീരുമ്പോൾ.
അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ആളുകളുണ്ട് നിസ്കരിക്കാൻ. നിസ്കാരത്തിൽ നല്ല പ്രായമുള്ള ഒരു ആലിമാണ്, തഖിയും നഖിയുമുള്ള ഒരു ആലിം. അദ്ദേഹം എല്ലാ റമദാനിലും ഖത്മ് തീർക്കാണ്. 3 ദിവസം കൊണ്ട് ഒരു ഖത്മ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ തറാവീഹ് കഴിയുമ്പോൾ 10 ജുസ് ഓതും. 10 ജുസ് ഓതും. രണ്ടാമത്തെ ദിവസം 20 ആക്കും. മൂന്നാമത്തെ ദിവസം 30 ജുസ്. 3 ദിവസം കഴിയുമ്പോൾ ഖത്തം ദുആണ്. നമ്മളാണെങ്കിലോ 3-ാമത്തെ ദിവസം ഖത്തം ദുആണ്. നമ്മുടെ ഖത്തം തീർന്നിട്ടുണ്ടാവും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. നമ്മൾ ആ പള്ളിയിലേക്ക് പോവോ? ആ പള്ളി മനസ്സിൽ കുറിച്ചിടും. ആ വഴിയിൽ കൂടെ സഞ്ചരിക്കുകയെ ചെയ്യരുത് എന്നുള്ളതിന് വേണ്ടി. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ആ വഴിക്ക് പോകില്ല. 30 ദിവസത്തേക്ക് ആ പള്ളിയുടെ പരിസരത്ത് പോകില്ല. മറ്റുള്ള പക്കത്തിനും കൂടെ പോയിരുന്നെങ്കിൽ അതും കൂടി ഇല്ലാതാവും. നമ്മുടെ ഈമാന്റെ കാര്യം പറയുന്നത്. ഖത്താദ റളിയല്ലാഹുവിന്റെ ശൈലിയാണത്. 3 ദിവസം കൊണ്ട് നിസ്കാരത്തിൽ അദ്ദേഹം ഖത്മ് തീർക്കും. റമദാൻ വന്നാൽ ഇതാണ് പരിപാടി. റമദാന്റെ അവസാനത്തെ 10 കഴിഞ്ഞാലോ ഒരു ദിവസത്തിൽ ഒരു ഖത്മ് ഓതും. ഇത് സ്വഹാബിയായ ഖത്താദ റളിയല്ലാഹുവിനു. നമുക്കൊക്കെ ശത്രുക്കളുണ്ട് അല്ലേ? ശത്രുക്കളില്ലാത്തതാകുന്ന ആളുകളില്ല. നമ്മുടെ കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങൾക്ക് ആ കച്ചവടം ഇടങ്ങേറിലേക്കാക്കാൻ, ആ കച്ചവടം ഇല്ലാതാക്കാൻ, അതിന് കണ്ണീർ വെക്കുന്നവർ, അസൂയ വെക്കുന്നവർ, കൂടോത്രം ചെയ്യുന്നവർ, മാരണം ചെയ്യുന്നവർ ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മുസ്ലിമീങ്ങളിൽപ്പെട്ടവർ തന്നെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഏറ്റവും വലിയ തിന്മയാണ് ഹദ്ദു സാഹിരി ഖത്ലുഹു ബിസ്സൈഫ് ശഫീഉന റസൂലുള്ളാഹി. മാരണം ചെയ്യുന്നവരെ ഇസ്ലാമിക സംസ്കാര പ്രകാരം എന്ത് ചെയ്യണമെന്നാണ്? നിയമപ്രകാരം അവനെ വധിക്കണമെന്നാണ്, തലവെട്ടണമെന്നാണ് ശഫീഉന റസൂലുള്ളാഹി. അത്ര ശക്തമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായി എതിർത്തിട്ടുള്ള വസ്തുതയാണ് ആഭിചാരക്രിയ അഥവാ കൂടോത്രം എന്ന് പറയും. ഇന്ന് നമുക്കിടയിൽ അത് കൂടി വന്നിരിക്കുകയാണ്. അല്ലാഹു കാക്കട്ടെ. അവരുടെ പ്രവർത്തനങ്ങളെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു, കുടുംബത്തെയും കച്ചവട സ്ഥാപനങ്ങളെയൊക്കെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതിൽ നിന്നെല്ലാം മുക്തി നേടാൻ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഉസ്താദ് അതിനൊരു വഴി? എന്താ? അതൊരെന്നേ ഉള്ളൂ. അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് നിന്റെ നാവ് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കട്ടെ. ശഫീഉന റസൂലുള്ളാഹി. ദിക്റിലായി, അല്ലാഹുവിന്റെ സ്മരണയിലായി നമ്മൾ കഴിയുക. ആ ദിക്റിൽ തന്നെ ഏറ്റവും മഹത്തരമായ ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എത്രയാണ്? 450 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 450 പ്രാവശ്യം. ഓരോ ദിക്റിനും അങ്ങനെ എണ്ണമുണ്ട്. അതിന്റെ അബ്ജദ് ഹവ്വസ് കണക്കനുസരിച്ച് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന മഹത്തായ ദിക്റിന്റെ എണ്ണം ഉലമാക്കൾ പഠിപ്പിക്കുന്നത് 450 ആണ്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഒരു 10 പ്രാവശ്യം എല്ലാവരും ശരിക്കും ഇൻഷാ അല്ലാഹ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പൊ ഇത് പറയുന്നതിലൂടെ ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്കും അവരുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 450 ഒരെണ്ണം കൂട്ടുകയും വേണ്ട, ഒരെണ്ണം കുറയ്ക്കുകയും വേണ്ട. കൃത്യമായി ഏതെങ്കിലും ഫർളാക്കപ്പെട്ട 5 നമസ്കാരങ്ങൾ ഏതെങ്കിലും ഒന്ന് നിർവഹിച്ച്, നമസ്കാരങ്ങളെല്ലാം വേണം, ഏതെങ്കിലും ഒരു ഫർള് നമസ്കാരത്തിന്റെ തൊട്ട് പിറകിൽ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് കിബിലയ്ക്ക് അഭിമുഖമായി പള്ളിയിലിരുന്നു കൊണ്ട് പുരുഷന്മാർ, സ്ത്രീകൾ അവരുടെ വീടിന്റെ അകത്തളത്തിൽ ഇരുന്ന് നിയത്ത് ചെയ്തുകൊണ്ട് ബിസ്മി ചേർത്ത് തുടക്കത്തിൽ ബിസ്മില്ലാഹി ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ എന്ന് മാത്രമായി 450 പ്രാവശ്യം ചെയ്തതിനു ശേഷം ഒരു ദുആ മറ്റൊന്നുമല്ല, ഒരു ആയത്ത്. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا فقالوا حسبنا الله ونعم الوكيل فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم.
അറിയാവുന്നവർ അറിയാത്തവർ ആ 450 പ്രാവശ്യം ആ ദിക്ർ തന്നെ ഉരുവിട്ടിട്ട് ദുആ ചെയ്യും. ആയത്തറിയാവുന്നവർ 11 പ്രാവശ്യം ആയത്ത് കൂടി ഓതിയാൽ ഏത് ശത്രുവും വഴുതിക്ക് വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാൾ നമുക്കെതിരെ ശത്രുത വെക്കൂല, കണ്ണേറുണ്ടാവൂല, അസൂയ ഉണ്ടാവൂല. ഇത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യ ഘടകമാണ്. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങൾപ്പെട്ടവർ ശത്രുക്കൾ അല്ലാത്തവരുണ്ട്. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ഇതിൽ ശ്രദ്ധ ചെലുത്തി ജാഗരൂകരാകണം, അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ്. ബഹുമാനപ്പെട്ട ഖത്താദ റളിയല്ലാഹു തആല അൻഹുവാണ് ഉഹദിന്റേതാകുന്ന രണാങ്കണത്തിൽ ശത്രുവിന്റെ അമ്പ് കണ്ണിലേക്ക് ഏറ്റിട്ട് കണ്ണ് പുറത്തേക്ക് തെറിച്ചു വീണപ്പോ ആ കണ്ണെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഖത്താദ റളിയല്ലാഹു അൻഹു ഓടുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഇലാ ഹളറത്തി ഹബീബില്ലാഹ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ചതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഓടുകയാണ്. എല്ലാ ദിവസവും റമളാനിന്റെ അവസാനത്തതാകുന്ന 10കളിൽ ഓരോ ദിവസവും ഒരു ഖത്മ തീർത്ത മഹാനാണ്. നിസ്കരിച്ചുകൊണ്ട് തന്നെ 3 ദിവസങ്ങൾക്കുള്ളിൽ പരിശുദ്ധമായ ഖുർആൻ തറാവീഹ് നമസ്കരിക്കുമ്പോഴും അല്ലാതെയും ഓതിക്കൊണ്ട് 3 ദിവസം കൊണ്ട് ഒരു ഖത്മ പൂർത്തീകരിച്ച മഹാനാണ്. അത്രയേറെ ഖുശൂഇന്റെ വക്താവാണ്. കണ്ണ് പുറത്തേക്ക് തെറിച്ചു വീഴുകയാണ്. ശത്രുവിന്റെ അമ്പിനാൽ ഉഹദ് രണാങ്കണത്തിൽ സംഭവിച്ചതാണ്. കണ്ണെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നിട്ട് നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, എന്റെ ഈ കണ്ണ് എനിക്ക് യഥാസ്ഥാനത്ത് തിരികെ വെച്ച് തരണം ഹബീബേ. തങ്ങളെനിക്ക് ശ്രദ്ധ തരിക്കണേ, തങ്ങളെനിക്ക് തിരിച്ചു നൽകണേ ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ആ കൈയെടുക്കുകയാണ്. അതാ സ്ഥാനത്തേക്ക് തൽസ്ഥാനത്തേക്ക് വെച്ചിട്ട് ബിസ്മി ചൊല്ലിക്കൊണ്ടൊരു തടവല തടവുകയാണ്. സുബ്ഹാനല്ലാഹ്, പൂർവാധികം ഭംഗിയാവുകയാണ്. എവിടെയാണോ കണ്ണിരുന്നത് അതേ സ്ഥലത്തേക്ക് തന്നെ കണ്ണ് പരിപൂർണമായി തിരിച്ചു ചെല്ലുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഒരു സാദാ സീത വ്യക്തിയല്ല, സമുന്നതനായ വ്യക്തിയാണ്. ലോകത്ത് അതേപോലെ ഒരു മഖ്ലൂക്ക് ഇന്ന് വരെ പടക്കപ്പെട്ടിട്ടില്ല, ഇനി പടക്കപ്പെടുകയുമില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ തെറിച്ചു വീണ കണ്ണെടുത്തുകൊണ്ട് പറയാനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ടവർക്ക് കിട്ടിയത് എന്തുകൊണ്ട്? ആ കണ്ണുകൊണ്ട് ഒരു ഹറാമ് കണ്ടിട്ടില്ല, ഒരന്യ പെണ്ണിലേക്ക് നോക്കിയിട്ടില്ല. ഖുർആൻ ഓതലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 80 കഴിഞ്ഞ ഉമ്മമാരും 90 കഴിഞ്ഞ ഉമ്മമാരും ഒക്കെ ഇപ്പോഴും നല്ല പക്കായിട്ട് ഖുർആൻ ഓതും അല്ലേ? നമ്മുടെയൊക്കെ വാപ്പ ഉമ്മ വീട്ടിൽ ഖുർആൻ ഓതുന്ന ആളുകളാണ്. മറ്റേത് ഫേസ്ബുക്കിനാക്കി നോക്കി അങ്ങനെ നിൽക്കുന്ന ടീംസും ഉണ്ട്. സോഡാ കുപ്പിയുടെ സാധനമാണെങ്കിലും കണ്ണ് കോഴിക്കോട്ടിലാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനത്തെ ടീമല്ല ഇത്. എത്ര പ്രായമായാലും ഇപ്പോഴും കണ്ണിന് നല്ല തെളിച്ചാണ്. എത്ര ആയാലും ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെതായ തെളിച്ചും പടച്ചുറപ്പ് കൊടുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ മൊബൈലിലാണ് കൂടുതൽ നോക്കിയത്. ഏത് മൊബൈലിൽ? ഈ അശ്ലീലത കാണാൻ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കാണുന്നതാകുന്ന എല്ലാ കമന്റ്സും വായിച്ചിട്ട് ചിരിക്കുകയാണ്. അങ്ങനെയുണ്ട് ചില ആളുകൾ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോ രാവിലെ ന്യൂസ് നോക്കിയപ്പോൾ ഉണ്ട് ഒരുത്തനെ MVD പിടിച്ചു. അപ്പോഴത്തേക്കും അവനോട് എന്ത് പറഞ്ഞ്? ലൈസൻസ് എടുക്കാൻ പറഞ്ഞു. ഉടനെ അവൻ ഇസാ സുൽസുലത്തിലർന്നു സിൽസാലഹ വാഹൃതത്തിലർന്നു അസ്കാലഹ എന്ന് പറഞ്ഞ് ഖുർആൻ ഓതിയിട്ട് ശപിച്ചു വിടുക. പോലീസുകാരാകെ വിറച്ച് നിൽക്കുകയാണ്. പടച്ചറബ്, ഇത് ഏതാണ് സൈസ്? അവനെ ഹാല് മറന്നിട്ട് ഇവനെന്ത് ചെയ്യാണ്? എന്തിനാണ് ഈ ഖുർആൻ എടുത്തു വെച്ച് അവിടെയൊക്കെ പെരുമാറുന്നത്? എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങളാണ് എപ്പോഴും പ്രതിക്കൂട്ടിൽ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ പിന്നെ അതിന്റെ കമന്റും അതിനകത്ത് വന്നിരിക്കുന്ന ഡയലോഗും എല്ലാം ഇതാണ്: പോലീസുകാരെ ശപിച്ചു വിടുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഒരൊറ്റ ഊതലവൻ മന്ത്രിച്ചു വിട്ടേക്കുവൻ. ഇങ്ങനത്തെ ടീമുകളാണ് ഇന്ന് സമൂഹത്തിൽ. അപ്പൊ അതിന്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതിങ്ങനെ കണ്ടു കഴിയുമ്പോൾ പിന്നെ അതിന്റെ കമന്റ് നോക്കാൻ, എന്നിട്ട് അതിങ്ങനെ ഓരോ നോക്കി ചിരിക്കുക. ചിലപ്പോൾ കാണുന്ന വീഡിയോയേക്കാൾ ഏറ്റവും രസകരമാകുന്ന എന്തായിരിക്കും? കമന്റ് വായിക്കുന്നതിലായിരിക്കും. അപ്പൊ പിന്നെ കമന്റ് വായിച്ച് ഇങ്ങനെ സമയം കളയാം.
ഇതിനൊക്കെ നമ്മൾ ഇഷ്ടംപോലെ സമയം കാണുന്നുണ്ട്. ഖുർആൻ ഒരു പേജ് ഓതാൻ നമുക്ക് സമയമില്ല. റമദാനിൽ ഒരു ഖത്മ മസ്റ്റാണ്. ഒരു ഖത്മ ഏറ്റവും ചുരുങ്ങിയത് ഓതിയിരിക്കണം. ഞാൻ ഇന്ന് ജുമായ്ക്ക് പറഞ്ഞ പോലെ പലരും കഴിഞ്ഞ റമദാനിലും മുമ്പത്തെ റമദാനിലും ഒക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഫാത്തിഹ ഓതി, അൽബക്കർ ഓതി ഇങ്ങോട്ട് വന്നിരുമ്പോൾ ഇത് തീരുന്നില്ലല്ലോ, ഇതെന്തൊരു കഷ്ടമാണ്. ഒരു 6-7 പേജ് കഴിയുമ്പോഴത്തേക്ക് മടക്കി അവിടെ വെച്ച് മുറുക്കാൻ തീർക്കുന്ന പോലെ മടക്കി തുപ്പൽ വെച്ച് ഒട്ടിച്ചവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പോയി നോക്കിയാൽ ആ മടക്ക് അങ്ങനെ തന്നെ കാണാം. അതിൻ്റെ ബാക്കി ഇന്ന് വരെ ഓതിയിട്ടില്ല. ആദ്യത്തെ ഒരു ദിവസത്തെ ആവേശം, അല്ലെങ്കിൽ 2 ദിവസം ഓതി വന്ന് ഒരു 2-3-4 പേജ് ഓതിയിട്ട് പിന്നെ അവിടെ വെച്ചു. ഖുർആൻ ഇന്ന് വരെ പൂർണ്ണമായിട്ടില്ല. അങ്ങനെ ആകാൻ പാടില്ല. ഈ റമദാനിൽ നമ്മൾ നിയ്യത്ത് വെക്കണം, ഒരു ഖത്മ ഞാൻ തീർക്കും, ഏറ്റവും ചുരുങ്ങിയത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല ദൃഢനിശ്ചയം ഉണ്ടെങ്കിലൊക്കെ നടക്കും. 5 വഖത്ത് നിസ്കരിക്കുമല്ലോ നമ്മൾ, 5 വഖത്ത് നിസ്കരിക്കൂലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. ഓരോ നിസ്കാരത്തിന്റെ പിറകിലും ഒരു 3 പേജ് ഓതാൻ തയ്യാറാവണം. ഓരോ നിസ്കാരത്തിന്റെ പിറകിലും 3 പേജ് മതി. 5 വഖത്ത് നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഓരോ നിസ്കാരത്തിന്റെ പിറകിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 പേജ് ഓതുക. റമദാൻ തീരുമ്പോൾ നിന്റെ ഖത്മ പൂർത്തിയായിട്ടുണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. 3 പേജ് ഓതിയാൽ മതി. ഓരോ നിസ്കാരം, സുബൈ നിസ്കരിച്ചു, ഒരു 3 പേജ് ഓതണം. ഇനി തിരക്കായി പോയി, സുബൈ കഴിഞ്ഞ് ഓതാൻ പറ്റിയില്ല, നിർബന്ധമായും അസറിന് തന്നെ 6 പേജ് ഓതണം. അതും കൂടി ചേർത്ത് ഇപ്പുറത്തേക്ക് തീർക്കണം. എന്നിട്ട് അടയാളം വെക്കുക. അടയാളം വെക്കാൻ പറ്റുന്നൊക്കെ സൗകര്യമൊക്കെ പോണ്ടല്ലോ, മുസാഫിലുണ്ട്. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. പള്ളിയിൽ ഒരു അരമണിക്കൂർ ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയില്ലെങ്കിൽ, റമദാനിൽ അതിന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. നീ എത്ര ബിസിനസ് നടത്തിയാലും, നീ ഏതെല്ലാം ഓട്ടവും ചാട്ടവും ഉണ്ടെങ്കിലും പള്ളിയുമായി ബന്ധപ്പെടണം. പള്ളിയിൽ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ തൗഫീക്ക് കിട്ടുന്ന ആൾക്കാരാണ് പുരുഷന്മാര്. സ്ത്രീകൾക്ക് അത് കിട്ടൂല. എങ്ങാണ് അവരെ കയറ്റിയിരുന്നെങ്കിൽ അവർ പള്ളി നിറച്ചേനെ. കാരണം അവർക്ക് വലിയ ഇഷ്ടമാണ് ഇതൊക്കെ. ദിക്ർ ചെല്ലാനും ഖുർആൻ ഓതാനും അമൽ ചെയ്യാനും ഒക്കെ ഏറ്റവും താല്പര്യം അവർക്കാണ്. അവർക്ക് അനുവാദം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിന്റെ അകത്തളമാണ് ഏറ്റവും ഉത്തമമെന്ന് പറഞ്ഞതിന്റെ ഒറ്റ കാരണത്താലാണ് അവരിപ്പോഴും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകൾ ചെറുക്കുമാറാവട്ടെ. ഉമ്മമാർക്ക് അള്ളാഹു കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കിട്ടിയ നേട്ടം നമ്മൾ ഒരിക്കലും കളഞ്ഞു കുടിക്കരുത്. പള്ളിയിൽ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തണം. പുരുഷന്മാരായ നമ്മൾ പള്ളിയിൽ കയറുന്നില്ലേ, നിന്നെ പെണ്ണായിട്ട് കൂട്ടും. പള്ളിക്കകത്ത് കയറി ഏത്തിക്കാഫിരിക്കണം, ഖുർആൻ ഓതണം, ദിക്ർ ചെല്ലണം, സലാത്ത് ചെല്ലണം, അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കണം, ഏത്തിക്കാഫിന് നിയ്യത്ത് വെക്കണം. ഒരാളോട് ആവശ്യമായ വർത്തമാനം പറയാൻ നാവ് പൊന്തരുത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നീ നോമ്പ് നോറ്റാൽ ഇദാ സുംത ഫസും ബിസമഇക വബസരിക, നീ നോമ്പ് നൽകേണ്ടത് നിന്റെ കണ്ണ് കൊണ്ടാണ്, നിന്റെ കാത് കൊണ്ടാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. വബിലിസാനിക, നിന്റെ നാവ് കൊണ്ടുമാണ്, വബിഅഅളായിക, നിന്റെ അവയവങ്ങൾ കൊണ്ടുമാണ് എന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. നിന്റെ അവയവങ്ങൾ കൊണ്ടുള്ള നോമ്പാവണം. നിന്റെ നാവ് കൊണ്ട് അനാവശ്യമാകുന്ന വർത്തമാനം പറയാൻ പാടില്ല. നോമ്പുകാരനാണ്. ആരെങ്കിലും നിന്നെ വന്ന് ഉപദ്രവിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്താൽ നീ അവനോട് പറഞ്ഞുകൊള്ളട്ടെ, ഇന്നീ സായിമുൻ, ഞാൻ നോമ്പുകാരനാണ് സോദരാ, ഞാൻ നോമ്പുകാരിയാണ് സോദരി. കൂട്ടുകാരോടും കൂട്ടുകാരിയോടും അടിപിടി കൂടുന്നതിനെ തൊട്ട് ഒഴിവായി നിന്റെ കണ്ണിനെ, കാതിനെ, ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെ പരിപൂർണമായി റമളാനിൽ കൂച്ചുവിലങ്ങിടങ്ങണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മല്ലം യദഅ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ. അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. ആരൊരുവനെ പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വന്നിട്ട് ആ റമളാനിൽ മോശമാകുന്ന പ്രവണതകളോ മോശമാകുന്ന വാക്കുകളോ അവനിൽ നിന്ന് പരിപൂർണമായി ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ അവൻ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണ്, അവൻ വ്യഭിചരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണ്, അവൻ സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് നോമ്പ് കാലത്ത് പകൽ സമയങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവനാണ്, അശ്ലീലമായ വീഡിയോകൾ കണ്ടുകൊണ്ട് നോമ്പിന്റെ പകലുകൾ അവ
അവധിയുടെ വേളയിൽ നിലകൊള്ളുന്ന സ്റ്റുഡൻസ് ആണ്. നിനക്ക് നോമ്പില്ല പൊന്നുമോനെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദഅ തആമഹു വശറാബ. കേവലം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് കഴിയൽ മാത്രമല്ല നോമ്പ്, ഉദരവ്യായാമമായിട്ട് നോമ്പിനെ കണക്കാക്കല്ലേ. പലരും നോമ്പ് പിടിക്കുന്നത് ഇന്ന് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കൽ കൊണ്ട് മാത്രമാണ്. പാടില്ല, പാടില്ല. നിന്റെ കണ്ണിന് നോമ്പാവണം, നിന്റെ കാതിന് നോമ്പാവണം, നിന്റെ നാവിന് നോമ്പാവണം, നിന്റെ ഹൃദയത്തിന് നോമ്പാവണം, നിന്റെ കൈകൾക്ക് നോമ്പാവണം, നിന്റെ കാലുകൾക്ക് നോമ്പുണ്ടാവണം. ഹറാമായ തലത്തിലേക്ക് കാലുകൊണ്ട് പോകാൻ പാടില്ല. അന്യ പെണ്ണാണ്, അവളുമായിട്ട് വർഷങ്ങളായിട്ട് നടത്തുന്ന സംസാരമാണ്. സ്കൂൾ വിട്ടു വരുമ്പോൾ, പരീക്ഷ കഴിഞ്ഞ് വരുമ്പോ അവളെ ഇതാ ഇന്ന ബസ് സ്റ്റോപ്പിൽ പോയി ഡെയിലി പോയി കണ്ടവനാണ്. അവിടേക്കുള്ള നിന്റെ യാത്ര അത് കാലുകൾ കൊണ്ടുള്ള ഹറാമാണ്. തിയേറ്ററിലേക്കുള്ള നിന്റെ യാത്ര അത് കാലുകൾ കൊണ്ട് നടത്തുന്ന ഹറാമാണ്. ആ തിയേറ്ററിൽ പോയി കാണുന്ന കാഴ്ച അത് കണ്ണുകൾ കൊണ്ടുള്ളതായ ഹറാമാ. അന്യ പെണ്ണിലേക്കുള്ള നിന്റെ നോട്ടം അത് കണ്ണുകൾ കൊണ്ടുള്ളതായ ഹറാമാണ്. അന്യ പെണ്ണുമായിട്ടുള്ള നിന്റെ കൈകൾ കൊണ്ടുള്ള ചാറ്റിങ് അത് കൈകൾ കൊണ്ടുള്ളതായ ഹറാമാണ്. അന്യരുമായിട്ടുള്ളതാകുന്ന മോശപ്പെട്ട സംസാരം, അനാവശ്യമാകുന്ന ഭാഷണങ്ങൾ അത് പരദൂഷണമാകട്ടെ, ഏഷണിയാകട്ടെ, അത് ഭീഷണിയാകട്ടെ, വർഗീയപരമാകുന്ന പരാമർശമാകട്ടെ, ചീത്തവിളികളാകട്ടെ, മോശപ്പെട്ടതാകുന്ന സംസാരങ്ങളാകട്ടെ, ഏത് സംസാരമായിരുന്നാലും നാവിന് ഹറാമാണ്, ഹറാമാണ്. എല്ലാ അവയവങ്ങളും പരിപൂർണമായി ഹറാമിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമേ നിന്റെ നോമ്പ് നോമ്പായി മാറുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫീ അൻ യദഅ തആമഹു വശറാബ. ആലംകോട് നിവാസികളായ സഹോദരങ്ങളെ, ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറയുകയാണ്, മോശപ്പെട്ട വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ഒഴിവാക്കാതെ അയൽവാസികളെ, നാട്ടുകാരെ, കൂട്ടുകാരെ, സമൂഹത്തെ വേദനിപ്പിക്കുന്നവരെ, പ്രയാസപ്പെടുത്തുന്നവരെ, വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന സമൂഹമേ, കേസിനും കാര്യങ്ങൾക്കും പോയി ജീവിതം തുലച്ചു കളയുന്ന സഹോദരങ്ങളെ, ഹറാമായ മേഖലകളിലേക്ക് സമ്പത്ത് ചെലവഴിക്കുന്നവരെ, നിന്റെ പട്ടിണി കൊണ്ട് അല്ലാഹ്ക്ക് യാതൊരു ആവശ്യവുമില്ല. നീ പട്ടിണി കിടക്കുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല. ഒരു പ്രയോജനവുമില്ല, ഒരു കാര്യമില്ല, വെറുതെ പട്ടിണി കിടക്കാന്ന് മാത്രം. ഇന്ന് 90% നോമ്പ് നോൽക്കുന്ന ചെറുപ്പക്കാരും നോമ്പ് നോൽക്കും റാഹത്തായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഭ്രമയുഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആജിയാര് OTT വന്ന് പിന്നെ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കും റാഹത്ത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഉള്ള പടം മുഴുവൻ ഇരുന്ന് നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാറും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഫുള്ളിരുന്ന് എത്തിക്കാഫ്. ഉസ്താദ് പറഞ്ഞല്ലേ എത്തിക്കാഫ് ഇരിക്കണം, ഇരുന്നു ഉസ്താദ് 5 മണിക്കൂർ 2 പടം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉള്ള സിനിമ ഫുള്ളിരുന്ന് കണ്ടു തീർക്കുക, ഉള്ള സിനിമാ പാട്ട് മുഴുവൻ ഇരുന്ന് കേട്ടു തീർക്കുക, റീൽസുകൾ കണ്ടുകൊണ്ട് രസിക്കുക, ഫേസ്ബുക്ക് നോക്കിയിട്ട് ഇങ്ങനെ റാഹത്തായിട്ട് തോണ്ടി തോണ്ടി കളിക്കുക. ഇത് ഫുള്ളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നോമ്പും ഉണ്ടാവൂല. വൈകിട്ട് വന്നിട്ട് കഞ്ഞിയും കുടിച്ച് പോയിക്കോളി, ഇവിടെ ഉറങ്ങുന്നതല്ലോ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നോമ്പിന്റെ പ്രതിഫലം ഉണ്ടാവൂല. നോമ്പ് എന്ന് പറഞ്ഞാൽ ഇദാ സുംത ഫസും ബിസംഇക വബസരിക വബിലിസാനിക വബിഅളായിക. നോമ്പ് തോരിക്കുകയാണെങ്കിൽ എല്ലാ അവയവങ്ങൾക്കും നോമ്പാവണം. നോമ്പ് 3 രീതിയിലുണ്ട്. ഒന്ന് സൗമുൽ ഖുസൂസ്, മറ്റൊന്ന് സൗമു ഖുസൂസുൽ ഖുസൂസ്, മറ്റൊന്ന് സൗമുൽ അവാം. 3 രീതിയിലുള്ള നോമ്പുണ്ട്. അത് ഇൻഷാ അല്ലാഹ് റമദാനിലെ ക്ലാസ്സിൽ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലാകുന്നുണ്ടോ? നോമ്പ് 3 രീതിയിൽ. സൗമുൽ അവാമ് സാധാരണക്കാരുടെ നോമ്പുണ്ട്, നമ്മളിപ്പോ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വെറുതെ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചില മതക്കാർക്കുണ്ടല്ലോ മുട്ടയും പാലും ഒഴിവാക്കിയിട്ട് നോമ്പ് പിടിക്കുന്നവരുണ്ട്. അതൊഴിച്ച് ബാക്കിയൊക്കെ അടിക്കും, നല്ല റാഹത്തായിട്ട് നടക്കാൻ. നോമ്പാണ്, പേര് നോമ്പാണ്. പക്ഷെ നീ പിടിക്കുന്നുണ്ടെങ്കിൽ രാവിലെ സുബഹി മുതൽ വൈകുന്നേരം വരെ ഉദരവ്യായാമം എന്ന് പറഞ്ഞാൽ വയറിനൊന്നും കൊടുക്കുന്നില്ല. നീയത്ത് എന്താ? ശരീരമൊക്കെ ഒന്ന് റാഹത്തായിട്ട് ഒന്ന് സിസ്പാക്ക് ആകണം, അതിനുവേണ്ടി നോമ്പ് പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ നിന്റെ നീയത്തതാണെങ്കിൽ അതുണ്ടാവും. അത് മാത്രമാണ് കരുതുന്നത്.
അതിനപ്പുറത്തേക്കൊണ്ട് നോമ്പ് സൗമുൽ ഹുസൂസ് ഉണ്ട്, സൗമു ഹുസൂസിൽ ഹുസൂസ് ഉണ്ട്, പ്രത്യേകക്കാരുടെ നോമ്പ്. അതിലേക്ക് നമ്മൾ എത്തണം. അവയവങ്ങൾ മുഴുവനും പൂർണ്ണമായി നാഥനായ റബ്ബിലേക്ക് സമർപ്പിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് നോമ്പാവുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് പിടിക്കാൻ പറഞ്ഞത് എന്തിനാ? നിങ്ങൾ മുത്തഖിയാകാൻ. ഒരാൾ പകല് മുഴുവൻ ഭക്ഷണം ഒഴിച്ചിട്ട് സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയാണ്, അയാൾ അങ്ങനെ മുത്തഖിയാവും? നമുക്ക് ചിന്തിച്ചുകൂടെ? ഉള്ള സീരിയൽ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നല്ല അവധി വരികയാണ്, പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഫ്രീ ആകുകയാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അമലിന് പറ്റുന്ന ഒരു സമയമാണ്. കുട്ടികൾക്കുൾപ്പെടെ പള്ളിയിൽ ഇത്തികാഫിനും പള്ളിയിൽ നടക്കുന്ന ക്ലാസ്സുകളിലും നമസ്കാരങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റുന്ന വർഷമാണ് ഈ വർഷം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 8.5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് കേരളത്തിൽ SSLC പ്ലസ് 2 ഒക്കെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ. അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം നസീബാക്കുമാറാവട്ടെ. അള്ളാഹു നസീബാക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. നമ്മുടെ മഹല്ലത്തിനും അനുബന്ധ മഹല്ലുകളിലും ഒക്കെ എന്ന് വേണ്ട ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും എല്ലാ പരീക്ഷയിലും പരിപൂർണമായ വിജയം അള്ളാഹു നസീബാക്കുമാറാവട്ടെ. പരീക്ഷണങ്ങളിലും അള്ളാഹു വിജയം നസീബാക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ് ഈ അവസരം. ഉപയോഗപ്പെടുത്തണം ദീനിന് വേണ്ടി. ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലാൻ സമയം കണ്ടെത്തണം. സ്വലാത്ത് അധികരിപ്പിക്കാൻ സമയം കണ്ടെത്തണം. ഫർളായ നമസ്കാരങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തണം. ഒരു സുന്നത്ത് പോലും ഒഴിക്കാതെ ഫർളിന് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തണം. ഇത് ഞാൻ സഹോദരിമാരോടും കൂടി ഉണർത്താൻ ഇന്ന് ഞാൻ ജുമായ്ക്ക് ഉണർത്തിയിരുന്നു. നമ്മൾ ഇശാ നമസ്കാരത്തിന്റെ സുന്നത്തുകൾ ശ്രദ്ധിച്ചിട്ട് വേണം തറാവീഹിന്റെ കാര്യം ശ്രദ്ധിക്കാൻ. പലപ്പോഴും ഇശായിന്റെ സുന്നത്ത് നിസ്കരിക്കൂല, തറാവീഹ് നിസ്കരിക്കാൻ അങ്ങോട്ട് ഒരുങ്ങിയൊരു വരവുണ്ട്. ഒരു കാര്യമില്ല. കാരണം നിന്റെ മനസ്സിൽ തറാവീഹിനാണ് ശ്രേഷ്ഠത. എന്നാൽ അങ്ങനെയല്ല. തറാവീഹിനേക്കാൾ മഹത്വമാണ് ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ. ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നാൽ തറാവീഹിനെ നിസ്സാരപ്പെടുത്താനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രാവശ്യം മദീനയിൽ വെച്ചുകൊണ്ട് പള്ളിയിൽ വന്നുകൊണ്ട് തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു. 3 പ്രാവശ്യം തറാവീഹ് നിസ്കരിച്ചു. സ്വഹാബത്ത് വന്ന് തങ്ങളോടൊപ്പം വന്ന് ചേർന്നു. സുന്നത്ത് നിസ്കരിക്കാൻ കൈകെട്ടിയാണ്. തങ്ങളോടൊപ്പം വന്ന് സ്വഹാബത്തും വന്ന് നിസ്കരിച്ചു. 3 ദിവസം കഴിഞ്ഞു. 4-ാമത്തെ ദിവസം തങ്ങൾ നോക്കുമ്പോൾ ആളുകൾ അങ്ങോട്ട് കൂടി. അല്ലാഹ്, റമദാനിലാണ്. ആളുകൾ അങ്ങോട്ട് കൂടാൻ തുടങ്ങി. കാരണം തങ്ങൾ പള്ളിക്കകത്ത് തന്നെ ഉണ്ടല്ലോ, ഇത്തികാഫാണല്ലോ. ആളുടെ ബാഹുല്യം കണ്ടപ്പോൾ തങ്ങൾ പതുക്കെ വീട്ടിനുള്ളിലേക്ക് കയറി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീടാണല്ലോ തൊട്ടടുത്ത്. വീട്ടിനുള്ളിലേക്ക് കയറി. പിന്നെ പുറത്തിറങ്ങിയില്ല. അപ്പൊ ആളുകൾ വന്നിട്ട് തൊണ്ടയൊക്കെ അനക്കി നിൽക്കുകയാണ്. തങ്ങളെങ്ങാണ് ഇറങ്ങട്ടെ എന്ന് കരുതിയിട്ട് വിളിച്ചു നോക്കി, അനങ്ങുന്നില്ല. പിറ്റേ ദിവസം സുബഹിക്ക് സമയത്താണ് തങ്ങൾ ഇറങ്ങുന്നത്. തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഈ ആവേശം കണ്ടിട്ട് അള്ളാഹു ഈ നമസ്കാരം, സുന്നത്തായ നമസ്കാരം ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. കാരണം ഇതൊരു സുന്നത്തായ അമലാണ്. റമദാനിന്റെ രാത്രിയിൽ ചെയ്യേണ്ട സുന്നത്ത് ഈ നമസ്കാരം. വിശ്രമിച്ച് നല്ല റാഹത്തായി നിസ്കരിക്കേണ്ട ഈ മഹനീയമായ കർമ്മം നിങ്ങളുടെ ആവേശം കാരണം അള്ളാഹു ഇതിനെ ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വരാതിരുന്നത് എന്ന് പറയുകയും തങ്ങൾ അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിയില്ല എന്നർത്ഥം. ജമാഅത്തായിട്ട് തങ്ങൾ നിസ്കരിക്കാൻ നിന്നില്ല. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നെങ്ങാനും ഈ നിസ്കാരം കൂടി ഫർളാക്കിയാൽ തീർന്ന്. കാരണം സുബഹി നിസ്കരിക്കാത്ത കൗമാണ് ചിലപ്പോൾ ഈ വരുന്നത്. 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റാത്തവന് പിന്നെ 20 റക്അത്ത് കൊടുത്താലുള്ള സ്ഥിതി എന്താണ്? നിർബന്ധമാക്കി കൊടുത്ത പ്രയാസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ മേൽ എപ്പോഴും ലഘൂകരണം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഉമ്മത്തിന് പാടാകുന്ന, പ്രയാസകരമാകുന്ന ഒന്നും തങ്ങൾ ഇഷ്ടപ്പെടുന്നിരുന്നില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അല്ലാഹുവും അങ്ങനെ തന്നെയാണ്. ഒരു മനുഷ്യൻ അവന് കഴിവാകുന്നതല്ലാതെ അള്ളാഹു ഇന്ന് വരെ ഒരു സമൂഹത്തോടും ഉത്ബോധനം നടത്തിയിട്ടില്ല.